ഫ്രീ ടൈം ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നിങ്ങളോടൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് 1890 കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. 1890 ഒരു ബാലൻ, അവന് 5 വയസ്സ് ഉള്ള സമയത്ത് അവന്റെ അച്ഛൻ മരിച്ചു. പിന്നെ വീട്ടിൽ 2 സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്. അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും വീട്ടിൽ കഷ്ടപ്പാടായി. അമ്മ കൂലിപ്പണി ചെയ്തിട്ടാണ് ഈ 3 മക്കളെയും വളർത്തുന്നത്. സ്വാഭാവികമായിട്ടും മൂത്ത മകൻ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തങ്ങൾ അവന്റെ തലയിൽ വന്നു. അവന് ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. ഏകദേശം 13 വയസ്സായപ്പോഴത്തേക്ക് അവൻ വിദ്യാഭ്യാസം നിർത്തി. വീട്ടിലെ സഹോദരങ്ങളെ നോക്കുന്ന രീതിയിലോട്ട് മാറി. അതിന്റെ കൂടെ കൃഷിപ്പണികൾ, ചെറിയ ചെറിയ രീതിയിൽ കൃഷിപ്പണികൾ അമ്മയെ സഹായിച്ചിട്ടാണ് അവൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അധിക നാളല്ല, ഏകദേശം ഒരു 14 വയസ്സായപ്പോൾ തന്നെ അവൻ 20 വയസ്സുകാരന്റെ ഉത്തരവാദിത്തങ്ങളിലോട്ട് മാറി. 18 പ്രായപൂർത്തിയായി തുടങ്ങുമ്പോൾ തന്നെ അവൻ ബസ് കണ്ടക്ടറായിട്ട്, ഇൻഷുറൻസ് ഏജന്റായിട്ട്, ഹോട്ടലുകളിൽ ക്ലീനറായിട്ട്, കാഷ്യറായിട്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ സാധാരണ ജീവിതം. പക്ഷെ ഇവന്റെ മനസ്സിൽ എന്നും അവന് ആഗ്രഹമുണ്ട്, വളർന്ന് വലിയവനാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവനിങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൻ വിവാഹം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി ഇവന്റെ കയ്യിൽ ഒന്നുമില്ല, വെറും പണം മാത്രമേ ഉള്ളൂ, പണമില്ലാത്തവന്റെ കൂടെ ആര് നിൽക്കുകയും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഭാര്യയും കുട്ടിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവരും ഭാര്യ കുട്ടിയും കൂട്ടിയിട്ട് ഇയാളെ ഉപേക്ഷിച്ച് പോവുകയാണ്. പക്ഷെ അദ്ദേഹം തളർന്നില്ല. പുള്ളി വിചാരിച്ചു എനിക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുള്ളി ഈ എണ്ണവിളക്കിന്റെ കമ്പനി ആരംഭിച്ച്. എണ്ണവിളക്കിന്റെ കമ്പനി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈദ്യുതി വിളക്കുകൾ ധാരാളമായി വന്നു തുടങ്ങുന്നത്. വൈദ്യുതി വിളക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കമ്പനി നഷ്ടം സംഭവിക്കുകയും കമ്പനി പൂട്ടുകയും ചെയ്തു. പുള്ളി ഡെസ്പായി, ബുദ്ധിമുട്ടായി. പക്ഷെ അദ്ദേഹം എനിക്ക് വീണ്ടും മാറി ചിന്തിക്കണം, വേറെ എന്തെങ്കിലും എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പുള്ളി നമ്മുടെ സർവീസ് കമ്പനി, ഓയിൽ കമ്പനിയുടെ സർവീസ് ഏജൻസി എടുത്തിട്ട് അത് നടത്തി തീരുമാനിച്ചു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാമ്പത്തിക മാന്ദ്യം വരുന്നതും പാവം അദ്ദേഹത്തിന്റെ കമ്പനി വീണ്ടും പൂട്ടുകയും ചെയ്തു. അദ്ദേഹം തോറ്റില്ല. അദ്ദേഹം പിന്നെയും അടുത്ത ഷെൽ ഓയിൽ കമ്പനിയുടെ സർവീസിങ് ഏജൻസി ആയിട്ട് മുന്നോട്ട് പോയി. അതും ഒരുവിധം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷോപ്പും കണ്ടെത്തി, ഒരു ചെറിയ റെസ്റ്റോറൻറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ റോഡ് വികസനം വരികയും അദ്ദേഹത്തിന്റെ കമ്പനി അപ്പാടെ അവിടുന്ന് പറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും തളർന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ടും ഏകദേശം എത്രത്തോളം ബിസിനസ്സുകൾ അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, അതെല്ലാം തുടങ്ങിയിട്ടും ഒന്നും വിജയിച്ചില്ല. എല്ലാം തുടങ്ങി വരുമ്പോഴത്തേക്ക് ഈ രീതിയിൽ ഓരോരോ തടസ്സങ്ങൾ വരും, അങ്ങനെ പോകും. പക്ഷെ അദ്ദേഹം തോറ്റില്ല. അദ്ദേഹത്തിന് ഈ കടകളിൽ നിന്നുള്ള അനുഭവ സമ്പത്തും റെസ്റ്റോറന്റ് മേഖലയിൽ പ്രവർത്തിച്ച പരിചയം വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ചിക്കൻ രുചിക്കൂട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ രുചിക്കൂട്ട് വിപണിയിൽ എത്തിച്ചുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം തന്റെ 65-ാമത്തെ വയസ്സിൽ പുതിയ ഒരു സംരംഭത്തിന് രൂപം കൊടുത്തു. ഇതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങനെ നടന്നൊന്നുമല്ല. ഏകദേശം ഒരു കുറെ കാലഘട്ടത്തോളം 2 വർഷത്തോളം കാണാം ഈ ഒരു ആശയമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും സ്വന്തം കാറിൽ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം പല സംരംഭകരെ അദ്ദേഹം സമീപിച്ചു ഇതിനു വേണ്ടിയിട്ട്. കാരണം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഫണ്ട് വേണം. ആ ഫണ്ടിന് വേണ്ടിയിട്ട് പലരെയും സമീപിച്ച് ചിലര് 99% ആൾക്കാരും വിമുഖതയാണ് അറിയിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഏജാണ് 65 വയസ്സ്. 65 വയസ്സിൽ തുടങ്ങിയാൽ എങ്ങനെ വിജയിക്കുമെന്നുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താഗതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ആവുന്നത്. പക്ഷെ അദ്ദേഹം തോറ്റില്ല. അദ്ദേഹം മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി. അങ്ങനെ അവസാനം 2 പേരെ അദ്ദേഹത്തിന് ഇതിന് സ്പോൺസറായിട്ട് കിട്ടുകയും അദ്ദേഹം തന്റെ 65-ാമത്തെ വയസ്സില് ആ സംരംഭം ആരംഭിക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന KFC. കേണൽ സാൻഡേഴ്സൺ അദ്ദേഹമായിരുന്നു ആ വ്യക്തി. കേണൽ സാൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ചെറിയ തിരിച്ചടികളിൽ പതറിയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം എവിടെ എത്തിയിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന്
ഏകദേശം 143 രാജ്യങ്ങളിലായിട്ട് 20,000-ൽ പരം ശാഖകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ KFCയുടെ അധിപൻ ഞാൻ ഈ പറഞ്ഞ കഥയിലെ ആളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹത്തിന്റെ തോൽവികളിൽ തോറ്റ് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ഈ എവിടെ എത്തിയിരുന്നേനെ? KFCയുടെ ലോഗോയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്, കേണൽ സാൻഡേഴ്സിന്റെ ഫോട്ടോയാണ്. ഞാനിത് പറയുന്നതിന്റെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ്. നമുക്ക് ധൈര്യമില്ല. ഈ ധൈര്യമില്ലാത്തതിന്റെ ഫലമായിട്ട് നമ്മൾ പേടിച്ച് ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ആവരുത്. എന്ത് പ്രശ്നത്തെയും ധൈര്യത്തോടുകൂടി മുന്നേറണം. ധൈര്യത്തോടുകൂടി മുന്നേറിയാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റും. 100% പറ്റും. ഞാൻ പറയട്ടെ, നമ്മള് എന്തും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. അല്ലാതെ എളുപ്പത്തിൽ കിട്ടിയാൽ ഒരിക്കലും നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ലെന്നേ. ഇപ്പൊ ഞാൻ പറയും, നമ്മള് എല്ലാവരും പറയും എല്ലാ ദിവസവും ജോലി ചെയ്ത് ഒരു ശനിയോ ഞായറോ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ശനി ഞായറും ആ ഒരു ഹോളിഡേ മൂഡും ആ ഒരു ശനിയാഴ്ച രാത്രിയിലുണ്ടാകുന്ന സന്തോഷം ഭയങ്കര. നാളെ പോകണ്ടല്ലോ, നാളെ ജോലിക്ക് പോകണ്ടല്ലോ എന്നുള്ള ചിരിച്ചുള്ള സന്തോഷം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് ഈ ഞായറാഴ്ച ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? തിങ്കൾ എന്നൊരു ദിവസം ഉള്ളതുകൊണ്ട്, അല്ലെ തിങ്കളാഴ്ച നമുക്ക് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട്. തിങ്കളാഴ്ച വർക്കില്ലാത്ത നോർമൽ ഞായർ പോലുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നോർമൽ ഒരു ഡേ പോലെ തന്നെ പോകും. അപ്പം ഞായർ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തിങ്കൾ നമ്മൾ ജോലിക്ക് പോയിരിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ജീവിതത്തെ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചു നോക്കണം. നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വിജയങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതേ രീതി തന്നെ വിജയിക്കാൻ പറ്റും. നിങ്ങൾ അത് വീട്ടമ്മ ആയിക്കോട്ടെ, അത് ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, പല പല പുരുഷന്മാർക്കും പലതരം ഐഡിയകളുണ്ട് മനസ്സിൽ. പക്ഷെ ഒന്നും എക്സിക്യൂട്ടീവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്നത് വലിയ വലിയ ഫണ്ടുകൾ സ്വന്തം കുടുംബം മുടക്കി ബാങ്കിൽ പണയപ്പെടുത്തി ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ വലിയ വലിയ ബിസിനസ്സും സംരംഭം ഒന്നും തുടങ്ങണമെന്നൊന്നും അല്ല. ചെറിയ നമുക്ക് ചെയ്യാവുന്ന, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്താണെന്ന് കണ്ടെത്തി ആ ബേസിനെ കുറിച്ച് കുറച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാവുന്ന ആലോചിച്ച് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റും. ഞാൻ എത്രയോ വീട്ടമ്മമാർ എൻ്റെ വീടിന് പരിസരത്തുള്ളവരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? 45-50 വയസ്സിൽ തന്നെ ഒരു വെറുതെ ഇങ്ങനെ വീട്ടിലിരും. കാരണം അതുവരെ കുട്ടികളെ വളർത്തുന്ന ഒരു വലിയ ടാസ്കുമായിട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്തുകൂടാ. അങ്ങനെ എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരമ്മ ചെയ്യുന്നതാണ് കോഴിയെ വളർത്തല്. ആദ്യം ഒരു 10 കോഴിയെ വളർത്തി. കൊള്ളാം, സംഭവം കൊള്ളാം. അങ്ങനെ അവര് വളർത്തി ഇന്നതൊരു വലിയ ഫാമാണ്. നമ്മൾ തോറ്റു പിന്മാറുകയല്ല വേണ്ടത്. ജീവിതത്തിനെ പടവെട്ടി വിജയിക്കണം. അങ്ങനെ ധൈര്യം വേണം. നമുക്ക് എന്തിനേയും നേരിടാനുള്ള ധൈര്യം. ഇപ്പൊ തോറ്റാൽ എന്താണ്? 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ? നമുക്കും പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ആരെയും ചതിച്ചോ വഞ്ചിച്ചോ കുറുക്കു വഴികളിലൂടെ ഒന്നും നേടരുത്. അത് ഒരിക്കലും ശാശ്വതമല്ല, അത് നിലനിൽക്കത്തില്ല. നമ്മുടെ കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ, നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, പരിശ്രമിച്ചാൽ അതിന്റെ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ആരെങ്കിലുമൊക്കെ ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിജയം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളായത് അധികം ആരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ എനിക്കിങ്ങനെ വീഡിയോ ഇടുമ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ എനിക്കൊരു സന്തോഷം. ഞാനും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാനിപ്പോ മുന്നോട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ട് ഞാനിത് വീണ്ടും പറഞ്ഞുകൂടാ? എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ചൊക്കെ ഞാൻ അല്ലാതെ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടുന്ന അല്ലെ വായനകളിലൂടെ കിട്ടിയ ചെറിയ ചെറിയ അറിവുകളും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നാം, തെറ്റായിട്ട് തോന്നാം. എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് മോട്ടിവേഷൻ അതിൽ നിന്ന് തോന്നിയാൽ ഞാൻ വിജയിച്ചു. അതാണ് എൻ്റെ സന്തോഷം. ആ രീതിയിൽ ഞാനൊരു സക്സസ് വുമൺ ആണ് എന്നുള്ള ചിന്തയിലൂടെ എനിക്ക് മുന്നേറാൻ പറ്റും. അപ്പം ഇനിയും നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. ചെറിയ ചെറിയ പരാജയങ്ങൾ തോറ്റ് ജീവിതത്തിൽ ഒരിക്കലും പിന്മാറരുത്. അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം. ഈ പരാജയം നമ്മുടെ വിജയത്തിലേക്കുള്ള മുന്നോടിയാണെന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. ബൈ.